പിടികൊണ്ട പന്നിയെ പോലെ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അമ്മയില്ലേ? ആ, അമ്മ അകത്തുണ്ട്. അച്ഛനോ? അച്ഛൻ പുറത്ത് പോയിരിക്കുക. ഏട്ടന്റെ ഭാര്യയില്ലേ അത്? നീ എന്താ ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യം ചോദിക്കുന്നത്? എന്താ പ്രശ്നം? പ്രശ്നം ഞാനിപ്പോ തീർത്തു തരാം. ഏട്ടനെങ്ങും പോയിക്കളല്ലേ. അമ്മേ, അമ്മ ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ? ഇവിടെ എന്താ നടന്നത്? എന്റെ അഖിലേരെ കല്യാണത്തിന്റെ പേരിൽ ഞാൻ അറിയാതെ എന്തെങ്കിലും ഇടപാട് നടക്കുന്നുണ്ടോ? നീ എന്തൊക്കെയായി പറയുന്നത്? ഏട്ടൻ മിണ്ടരുത്. ഞാൻ ചോദിച്ചത് അമ്മയോടാ. പറയ്, ഞാൻ അറിയാത്ത എന്തൊക്കെ കച്ചവടം അമ്മ ഉറപ്പിച്ചിരിക്കുന്നേ? കച്ചവടോ? എടമോനെ, നിനക്ക് എന്താ പറ്റിയേ? എന്താണ് ഈ സ്വർണത്തിന്റെ ഇടപാട്? സ്വർണ്ണോ? അതെ, അഭിനയൊന്നും വേണ്ട. ഞങ്ങളുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് അമൃതേച്ചിയും അമ്മയും തമ്മിൽ എന്തൊക്കെ ഇടപാടുകളാ തീരുമാനിച്ചിരിക്കുന്നേ? അറിയില്ല, കേട്ടില്ല, പറഞ്ഞില്ല എന്നുള്ള ഒഴിവ് കഴിവൊന്നും വേണ്ട. ഞങ്ങൾ ആരും അറിയാതെ അമ്മ അമൃതേച്ചിയുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയണം. അമ്മയോടാ ഞാൻ ഈ ചോദിക്കണേ, എന്താ സംഭവിച്ചെന്ന്. അമ്മ പറയില്ല. അമ്മയ്ക്ക് പറയാൻ പറ്റില്ല. പണ്ട് കലാവതി ആന്റിയുടെ കൂടെ കൂടി എന്റെ അമ്മയെ പറ്റിച്ച് സമ്പാദിച്ച ഒരു 60 പവൻ സ്വർണത്തിന്റെ കണക്കുണ്ട്. ആ കണക്ക് തീരാതെ അഖിലയെ മണവാട്ടിയായിട്ട് ഇവിടെ കയറി വരാൻ സമ്മതിക്കില്ല എന്നുള്ളതേ എന്റെ തീരുമാന. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അമ്മ അതങ്ങ് സമ്മതിക്കുകയും ചെയ്തു. കാര്യങ്ങൾ അമൃതയോട് സംസാരിച്ചു. അനിയത്തിയുടെ സന്തോഷത്തിനായി മരിക്കാൻ പോലും തയ്യാറായി നടക്കുന്ന അമൃത അമ്മയുടെ കണ്ടീഷൻസ് കണ്ണുപൂട്ടി അങ്ങ് സമ്മതിച്ചു. ഇനി എന്താ നിനക്ക് അറിയണ്ടേ? അത് പറയാം. അതിനു മുമ്പ് അമ്മ പറയട്ടെ, ഏട്ടത്തി പറഞ്ഞൊക്കെ സത്യമാണോ എന്ന്. അമ്മയോടാ ഞാൻ ഈ ചോദിക്കണേ. സത്യോ? ഏട്ടത്തിക്ക് ഇത് അറിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഏട്ടനോ? എനിക്കറിയാവുന്നതൊക്കെ സുമേഷിനും അറിയാം. ഞങ്ങൾ തമ്മിൽ രഹസ്യമൊന്നുമില്ല. അച്ഛന്? അച്ഛനറിയില്ല. അച്ഛനറിഞ്ഞ സമ്മതിക്കില്ല. ശരി, അപ്പൊ സ്വർണത്തിന്റെ പേരിൽ നിങ്ങൾ 3 പേര് നടത്തിയ പ്ലാൻസ് എല്ലാം പൊളിഞ്ഞു എന്ന് കൂടി അറിഞ്ഞോളൂ. നിങ്ങൾ സ്വർണം ചോദിച്ച കാര്യം അഖില അറിഞ്ഞു. അവൾ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു. തൃപ്തിയായല്ലോ എല്ലാവർക്കും? ഭഗവാനേ, മോളെ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? അവൻ പറയുന്നൊക്കെ സത്യമാണോ? സത്യമാണെങ്കിൽ നമ്മുടെ സകല പദ്ധതികളും ചീറ്റി. ഈശ്വരാ, ആ 60 പവൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ദിവ്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ സ്വപ്നം കണ്ടതാ. ആ സ്വപ്നമൊക്കെ സ്വപ്നമായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ സുമേഷേ. പിന്നെ അമ്മയോട് ഇത്രയും കാലം ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. ഇനി അതുണ്ടാവില്ല. അമൃതയുടെയോ അഖിലയുടെയോ കാല് പിടിച്ചിട്ടാണെങ്കിലും ഈ കല്യാണം നടന്നിരിക്കണം. എന്റെ സ്വർണ്ണം എനിക്ക് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ഇതുവരെ സംസാരിച്ചതുപോലെ ആയിരിക്കില്ല ഇനി ഞാൻ സംസാരിക്കുക. അമ്മേ, അവള് പറഞ്ഞതാണെന്ന് അമ്മയ്ക്ക് അറിയാലോ. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് പ്രശ്നം തീർക്കാൻ നോക്ക്. ഈശ്വര, ദിവ്യേ, നമ്മുടെ കാൽക്കുലേഷനൊക്കെ പൊളിഞ്ഞ ലക്ഷണമാണ്. കല്യാണം മുടങ്ങിയ എന്ത് ചെയ്യും? എനിക്ക് ആകാശ് പറഞ്ഞതിൽ അത്ര വിശ്വാസമില്ല സുമേഷേ. അസ്ഥി പിടിച്ച പ്രേമമായിരുന്നല്ലോ രണ്ടുപേർക്കും. ഈ സ്വർണത്തിന്റെ കഥ പറഞ്ഞ് പ്രേമം വേണ്ടെന്ന് വയ്ക്കോ? ഇതിലെന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട്. എന്നുവെച്ചാ? ബാങ്കിൽ ലോൺ എടുക്കാൻ പോയ കാര്യം പോലും വീട്ടുകാരെ അറിയിക്കാതിരുന്ന അമൃത ഈ സ്വർണത്തിന്റെ കഥ അഖിലയോട് പറയോ? ഇല്ല. അപ്പൊ പിന്നെ അഖില ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അത് ശരിയാണല്ലോ. അഖില ഇതെങ്ങനെ അറിഞ്ഞു? കണ്ടുപിടിക്കണം. ഇനിയിപ്പോ ആകാശ് പറഞ്ഞത് കള്ളാകാനും മതി. സ്വർണം നമുക്ക് കിട്ടാതിരിക്കാൻ അവൻ പഞ്ചരത്നത്തിലെ പെണ്ണുങ്ങളുടെ കൂടെ കൂടി നാടകം കളിക്കുന്നതും ആവാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
ഈ കല്യാണത്തോടു കൂടി എന്റെ സ്വർണം കിട്ടുമെന്ന പ്രതീക്ഷയില ഇത്രയും ദിവസം ഞാൻ കഴിഞ്ഞത്. അത് കിട്ടാതെ വന്നാ എന്റെ സ്വഭാവം മാറും, എന്തും ചെയ്യും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.